അങ്ങനെ ദാവീദിന്റെ സന്തതിയെ കുറിച്ച് ഞാൻ കേട്ട് കൊതിച്ചിരുന്ന ആ രാത്രിയിലാണ് ഒരു പറ്റ മാറ്റിടയന്മാർ വന്ന് എന്റെ വീടിന്റെ വാതിൽ മുട്ടിയത്. അവര് വലിയ സന്തോഷത്തിലായിരുന്നു. ബെത്ലഹേമില് കിഴക്കേ കവാടത്തിന്റെ അപ്പുറത്ത് ഒരു കോണിലൊരു ഗുഹയില് ഒരപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചെന്ന്, അവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന്, അവൻ ദാവീദിന്റെ സന്തതിയാണെന്ന് അവര് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒത്തിരി കരഞ്ഞു വാശി പിടിച്ചപ്പോ ആ രാത്രിയില് അപ്പൻ എന്നെ ആ പുൽക്കുടലിലേക്ക് കൊണ്ടുപോയി. അവിടെ കന്നുകാലികളുടെയും ആടുകളുടെയും ഒക്കെ ശബ്ദത്തിന്റെയും ചൂരിന്റെയും തുറുക്കത്തിന്റെ ഇടയ്ക്ക് ഒരമ്മ എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടു. മോനെ, മോന് കണ്ണ് കാണാൻ വയ്യ, സാരമില്ലതേ നേരെ നടന്നു വാ, ഉണ്ണിയോൻ തൊട്ടേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ദാവീദിന്റെ സങ്കീർത്തനം? ഇന്നലെ വീട്ടിൽ ദാവീദ് അപ്പ 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 എന്തിനാ എന്നെ രാത്രി അവിടെ നിന്ന് വലിച്ചിട്ട് പോകുന്നേ? അപ്പൊ നിങ്ങക്ക് കേൾക്കാൻ പറ്റിയില്ലേ? അവിടെ ഞാൻ ഉണ്ണിയെ തൊട്ടപ്പോ എനിക്ക് ദാവീദിന്റെ സങ്കീർത്തനം കേൾക്കായിരുന്നു. ഇന്നരം വായിച്ച് ദാവീദ് പാടുന്ന സങ്കീർത്തനം. അപ്പൊ എന്താ എന്നെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നേ? ദാവീദിന്റെ സങ്കീർത്തനം, ദാവീദിന്റെ സന്തതി, അതൊക്കെ വെറും കെട്ടുകഥയാ. ഞാൻ നിന്നോട് പറയാത്തൊരു കഥ കൂടിയുണ്ട്. ഹെസക്കിയ രാജാവിന്റെ കഥ. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയപ്പോ ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ വാഗ്ദാനവും ഒക്കെ എന്നേക്കുമായിട്ട് അവസാനിച്ച കഥ. പ്രഭു, നെബൂഖദ്നേസർ രാജാവിനുള്ള കപ്പം നമ്മൾ മുടക്കിയിട്ട് കുറേയേറെ കാലങ്ങളായി. ബാബിലോണിൽ നമുക്കെതിരെ പട വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ അറാബായിലൂടെ കടന്ന് ജെറിക്കോ സമതലം കടക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. പ്രഭു അരുത്, അങ്ങ് യൂദയായിൽ തന്നെ താമസിക്കണമെന്നല്ലേ ജെറമിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങ് ഇവിടെ വിട്ടുപോകുന്നത് അങ്ങയുടെ ജീവനും യൂദയ ജനത്തിനും ആപത്താണ്. ഇല്ല, നാം തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു ഭീരുവിനെ പോലെ നെബൂഖദ്നേസറിന്റെ അടിമയായി കഴിയാൻ ഞാൻ ഒരുക്കമല്ല. അംഗരക്ഷകനോട് തയ്യാറാകാൻ പറയൂ. കോട്ടമതിലിന്റെ തുരങ്കത്തിലൂടെ ഇപ്പോൾ തന്നെ നാം ജെറിക്കോ സമതലം കടക്കുകയാണ്. അയ്യോ പ്രഭു, ബാബിലോൺ പടയാളികൾ രാജകുമാരന്മാരെ മാറ്റൂ, രാജാവിന് മറവൊരുക്കൂ. അരുത്, എന്റെ മക്കളെ ഒന്നും ചെയ്യരുത്, അവരെ വെറുതെ വിടും. അതോലിയ, ആസ, എന്റെ കണ്ണ്, അരുത്. അങ്ങനെ ഹെസക്കിയ രാജാവിന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ട് രാജാവ് അന്ധനാക്കപ്പെട്ട ജെറിക്കോ സമതലത്തിലാണ് ഇസ്രായേലിന് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടത്. അതേ ജെറിക്കോ സമതലത്തിൽ വെച്ചായിരുന്നു എനിക്കും എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പൻ മരിച്ചതോടെ ഞാനൊരു യാചകനായി മാറി. എനിക്ക് ഭിക്ഷ യാചിക്കാൻ ജെറിക്കോ സമതലമല്ലാതെ മറ്റൊരിടമില്ലായിരുന്നു. ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് എന്റെ അപ്പൻ പറഞ്ഞെടുത്ത്, ദൈവത്തിന്റെ പദ്ധതികൾ നിലച്ചുപോയി എന്ന് എല്ലാവരും കരുതിയെടുത്ത്, എന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ പിഴവ് പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞിടത്ത് തന്നെ ദൈവത്തിന് വീണ്ടും തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നും എന്നും ജെറിക്കോയുടെ സമതലങ്ങളിൽ ഞാൻ കാത്തിരിക്കുമായിരുന്നു ആ ദിവസം വരെ. കണ്ണു കാണാത്തൊരു യാചകനാണ്, എന്തെങ്കിലും തരണേ. നിങ്ങൾ തരുന്നത് കൊണ്ട് വേണം ഉള്ളവൻ ഉപജീവനം കഴിക്കാൻ. എന്താണ് ഒരു ബഹളം? ആരാ വരുന്നത്? ആരെങ്കിലും കല്ലെറിയാൻ കൊണ്ടുപോവുകയാണോ? അതോ രാജാക്കന്മാരാരെങ്കിലും ഈ വഴി വരുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ, എന്താണ് ഇവിടെ ഒരു ബഹളം? യാചകൻ മിണ്ടാതിരിക്കൂ. നസ്രത്തിൽ നിന്നുള്ള വലിയ പ്രവാചകൻ യേശു ഈ വഴി വരുന്നുണ്ട്. യേശു ദാവീദിന്റെ സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനം. യേശു, യേശുവേ
ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ. അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 33 വർഷങ്ങൾക്ക് ശേഷം 6-ാം വയസ്സിൽ നഷ്ടപ്പെട്ട എന്റെ കാഴ്ച അന്ന് തിരിച്ചു കിട്ടി. ഹെസക്കിയ രാജാവിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് അന്ധനായ അതേ സ്ഥലത്ത്, ചെറുപ്പത്തിൽ അപകടത്തിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അതേ സ്ഥലത്ത് ദാവീദിന്റെ പുത്രനായ യേശു എന്ന രാജാവ് എന്റെ കണ്ണിന്റെ കാഴ്ച വീണ്ടു തന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ പോയത് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനത്തിനാണ്. അതെ, ദാവീദിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നേക്കും നിത്യമായി ദാവീദിന്റെ സിംഹാസനത്തിൽ വാഴാൻ ദാവീദിന്റെ സന്തതി അറ്റുപോയിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതികൾ പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. പക്ഷേ അത് തിരിച്ചറിയാൻ കാലിത്തൊഴുത്തിലെ ദുർഗന്ധത്തിനും മാലിന്യങ്ങൾക്കും ഇടയിൽ, ജീവിതത്തിന്റെ സാധാരണത്വത്തിനിടയിൽ സങ്കീർത്തനം കേൾക്കാൻ തക്കവിധം, ദൈവസ്വരം കേൾക്കാൻ തക്കവിധം ഒരുക്കമുള്ള കാതുകൾ നിങ്ങൾക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിനും കർത്താവ് നമ്മളോട് പറയുന്നത് ഇതാണ്: അനുദിന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടാൽ ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ മുമ്പോട്ട് നയിക്കേണ്ട ദൈവിക പദ്ധതികൾ നമ്മളിലൂടെ പുനരാരംഭിക്കപ്പെടും. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഇടയനായവൻ, പക്ഷേ അവന് അന്ന് ഇടം കിട്ടാതെ പോയി. സത്രങ്ങൾ എത്ര മുട്ടിയിട്ടും തുറന്നു കൊടുക്കാതെ അടച്ചു തന്നെ ഇട്ടു. തണുപ്പുള്ള ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ ഇടയൻ ഒരിടം കിട്ടാതെ അലഞ്ഞു. ഇന്നും പല കാരണങ്ങളാൽ അത് ആവർത്തിക്കപ്പെടുന്നു. അറിഞ്ഞും അറിയാതെയും നാം നമ്മുടെ സത്രങ്ങൾ അവന് കൊടുക്കാതെ അടച്ചു കളയുന്നു. നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു ഇട കിട്ടില്ലേ? ഞങ്ങൾക്ക് നാണക്കേടല്ലേ? അതും ഈ അട്ടപ്പാടിയില് കണ്ടോ, എത്ര പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ. ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലേ? നിങ്ങൾ ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട, എന്റെ കൂടെ വാ. എന്നെ അറിയാത്തൊരു മനുഷ്യ ഇവിടെ ഇല്ല. ഞാൻ ശരിക്കും തരാതെ. കണ്ടോ ആ വീട് കണ്ടോ? നിങ്ങൾക്ക് ഒരു മുറി കിട്ടിയ പോലെ ഞാൻ ശരിക്കും തരാന്ന്. ഒറ്റ പൈസ തരണ്ട, ചെറിയ കമ്മീഷൻ എന്റെ നാടെന്ന് പറഞ്ഞല്ലോ. കർഷകരൊക്കെ എന്നെങ്ങനെയാ കടി കിട്ടിയില്ല, നമ്മളതിന്റെ ജീവൻ സംരക്ഷിച്ചില്ലേ? അത് മതി. നമ്മള് വേണ്ടേ ഇവയെല്ലാം നോക്കണേ? മനുഷ്യരാരും ഈ പാവ ജീവികളെ നോക്കാനില്ല. അവർ അന്തരീക്ഷം മൊത്തം മലിനാക്കിയിട്ട് ഈ പാവ ജീവികളെ കൊന്നെടുക്കല്ലേ? അതെ അതെ, നമ്മളെങ്കിലും ഇവറ്റകളുടെ ജീവൻ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. എത്ര സ്നേഹമല്ലേ ചേട്ടാ? ചേട്ടാ, രാവിലെ തന്നെ ശബ്ദ മലിനീകരണം. പുതിയ പാട്ടുകള് ചെയ്യിക്കാനാന്ന് തോന്നുന്നു. മീൻകാരനാണ്. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളോട് എത്ര തവണ പറയണം ഈ അമോണിയ പിടിച്ച മത്സ്യമായിട്ട് ഈ ഭവനത്തിലേക്ക് വരില്ലെന്ന്? അമോണിയ ഒന്ന് ചേട്ടന്മാരെ, ഞങ്ങളിവിടെ പാടുപെട്ടാണ് ഞങ്ങളുടെ ഈ വീടും പരിസരവും പരിസ്ഥിതി ലോലമായി വാസരഹിതമായി കാത്തു സൂക്ഷിക്കുന്നത്. നിങ്ങൾ ആ സാധനം ഇവിടെ കൊണ്ടുവരല്ലേ? നിങ്ങൾക്ക് എന്നിട്ട് എങ്ങനെ തോന്നുന്നു ഈ പരിസ്ഥിതി ലോലമായ പ്രദേശത്ത്, അതും ഈ ബഫർ സോണിൽ ഇങ്ങനെ ഈ സാധനങ്ങളെ വരാൻ? നിങ്ങൾക്ക്
അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ആ പാവം മീനുകളെ നിങ്ങൾക്ക് ഒന്ന് തിന്നുമായിരുന്നോ? ഈ മത്സ്യങ്ങളെല്ലാം സമുദ്രത്തിൽ പെഴുകട്ടെ എന്നേ. അവർ സമുദ്രത്തിൽ നീന്തി തുടിക്കട്ടെ, അവർക്കും ജീവിക്കണ്ടേ? അതെ, അവർക്കും ജീവിക്കണ്ടേ? എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു മീൻകാരനല്ല, ഞാനൊരു സഹായം ചോദിക്കാൻ വേണ്ടി സഹായം വന്നതാ. ഒരിക്കലും പറ്റില്ല. പ്രകൃതി ഉപദ്രവിച്ചിട്ട് ഒരു സഹായം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതെ. പ്രകൃതി എന്ത് ഉപദ്രവിക്കാൻ? ഈ രണ്ട് പാവ സാധുക്കൾക്ക് താമസിക്കാൻ ഒരു ഇടം നൽകാവോ? ഇടവോ? ഇവിടെയോ? ഹോ, ചിന്തിക്കാനേ വയ്യ. ഞങ്ങൾ പോലും ഇവിടെ ഈ ബഫർ സോണിൽ, ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് ശ്വാസം അളന്നു തൂക്കിയാണ് ഉപയോഗിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇവർ രണ്ടുപേരുടെയോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് ഒരു പരിസ്ഥിതി പ്രശ്നമായിട്ട് തോന്നുന്നില്ല? ശ്വാസം വിടുന്നത് എങ്ങനെയാണ് ചേട്ടാ പരിസ്ഥിതി പ്രശ്നമാവുന്നത്? നിങ്ങളൊന്നും വായിച്ചിട്ടില്ലേ? അന്തർദേശിക കാർഷിക സർവകലാശാലയുടെ ഒരു പഠനം ഇറങ്ങിയായിരുന്നു. നമ്മൾ ശ്വസിക്കുന്ന ഓരോ ഓക്സിജനും 2 സർവാലക വ്ലാതം മോളിക്യൂളാണ് പുറത്തുവിടുന്നത്. ദൈവമേ, ഇന്ദിരാംഗ വ്ലാതം. ഇന്ദിരാഗാന്ധിയാ? ഇന്ദിരാഗാന്ധി അല്ല, കാർബൺ ഡയോക്സൈഡ്, ഇംഗ്ലാംഗ വാദം. അതുകൊണ്ട് മനുഷ്യർക്കോട് ജീവിക്കാൻ പാടില്ല. പറ്റില്ല. ഈ പഞ്ചായത്തിന്റെ അടുത്ത് ഇത് കേക്ക്. ഇത് പഞ്ചായത്ത് ഇറക്കിയ ലെറ്ററാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 2024 ഡിസംബർ 2-ാം തീയതി ഇറങ്ങിയ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം പ്ലാസ്റ്റിക് ഇല്ലാ മേട് പഞ്ചായത്തിലെ ഓക്സിജൻ കുന്ന് പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മനുഷ്യർ തങ്ങളുടെ താമസം, കൃഷി, മറ്റു ഉപജീവന മാർഗങ്ങൾ, വിനോദസഞ്ചാരം എന്നിവ കൊണ്ട് ഇവിടെയുള്ള കാട്ടാന, കാട്ടുപോത്ത്, കടുവ, സിംഹം, കാണ്ടാമൃഗം, അണലി, രാജവെമ്പാലം തുടങ്ങിയ സാധു മൃഗങ്ങൾക്ക് മറ്റു സസ്യലതാദികൾക്കോ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കരുത് എന്നറിയിക്കുന്നു. ഇവിടെയുള്ള വെള്ളം, വായു മുതലായ മറ്റു ജീവികൾ കൂടി അവകാശപ്പെട്ടതായതുകൊണ്ട് ശ്വസിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം എന്ന് അറിയിക്കുകയാണ്. എന്തെങ്കിലും ജീവികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഇവിടെയുള്ള മനുഷ്യർ മൂലം ഉണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി എടുക്കുകയാണെന്ന് വനേഷ് കുമാർ, പ്രസിഡന്റ്, പ്ലാസ്റ്റിക് ഇല്ലാ മേട് പഞ്ചായത്ത്. ബോധ്യപ്പെട്ടല്ലോ? നന്നായിരിക്കുന്നു. ഇവിടെ മനുഷ്യൻ ശ്വാസം കിട്ടാതെ മരിച്ചാലും, ഇവിടെ മനുഷ്യനെ ആന ചവിട്ടിക്കൊന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല. 10 കിലോമീറ്റർ അകലെയുള്ള വരയാടുകൾക്ക് നൊന്ത നിങ്ങൾക്ക് വേദനിക്കൂലേ? കഷ്ടം തന്നെ. നിങ്ങളുടെ 2000 മോളിക്കൂൾ വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രകൃതി സംരക്ഷണം പോകുമ്പോഴേ സൂക്ഷിക്കണം. ആ കാട്ടുപോത്തൊക്കെ വരുന്ന സമയം. അതിന് യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി കേട്ടോ. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി दिया बस फरिश्तों ने ज़मीं के लोगों को, उतर आया जहाँ में अब खुदा इंसान बन के। है दिया बस फरिश्तों ने ज़मीं के लोगों को, उतर आया जहाँ में अब खुदा इंसान बन के। है दिया बस। यीशु है उसका नाम, यीशु है उसका नाम। तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार, तो करो जय जयकार। നമ്മുടെ 7ാമത്തെ വീടാണ് നമ്മുടെ ഈ നാട്ടിലുള്ള സ്ഥലവും വീടും മുഴുവൻ നമ്മൾ തന്നെ ഭാഗം. അതിനിപ്പോ ഇവിടുത്തെ സ്കൂളിലും ബസ്സിലും എല്ലാം ഹിന്ദി മാത്രമല്ലേ ഉള്ളൂ. ആർക്കാണ് മലയാളം അറിയാത്തത്? ആർക്കും മലയാളം അറിയില്ല. നമ്മുടെ ബ്രാൻഡ് ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ? ഒരു കക്കൂസ് കുഴി കുഴിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ചോറ് ഉണ്ണണമെങ്കിൽ നമ്മൾ വിതയ്ക്കണ്ടേ?
നമ്മുടെ കുര്യഞ്ഞേട്ടന്റെ വീടാ. കുര്യഞ്ഞേട്ടൻ 10-12 വർഷമായിട്ട് ഗൾഫിലാന്നേ. നല്ല പൈസ ഉണ്ടാക്കിട്ടെ പുള്ളി ഇപ്പോഴും മക്കളെയൊക്കെ പുറത്തൊക്കെ വിട്ട് ജീവിക്കുക. ഇത് പഠിക്കുന്ന പിള്ളേരാ. കുര്യഞ്ഞേട്ടനെ വിളിടാ. അപ്പനല്ലേ കുര്യഞ്ഞേട്ടനെ വിളിടാ. കുര്യഞ്ഞേട്ടനെ വിളിക്കണേ അപ്പന്മാരെ. ഹിന്ദിക്കാരാ പഠിക്കോട്ടെ. ചേട്ടാ കുര്യച്ചേട്ടനല്ല ഇവിടെ. ये कुര്യൻ नहीं क्या कैसे है आप कैसे है सॉरी एड़ा कुര്യൻ വിടാ ഇന്ന് ഞാൻ 2 साल बाबू वो मर गया 2 साल ഇത് കുര്യന്റെ സ്ഥലല്ലേ? 10 വരെ എണ്ണമേക്ക് നിങ്ങൾ ഇവിടെ സ്ഥലം വിടണം. 1 2 3 4 7 കാര്യം പറഞ്ഞ ചേട്ടാ, ഇത് കുര്യന്റെ സ്ഥലമല്ല. എന്റെ പാസ്പോർട്ട്, എന്റെ ആധാർ കാർഡ്, ഞാൻ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത് ചേട്ടൻ ഓർക്കും. ഇനി കേരളം ഞങ്ങൾ ഭരിക്കും ചേട്ടാ. ഇവിടുത്തെ എംപി ഓ ഹമാരാ ആദ്മി ഹേ. ഇനി ഇവിടെ ആര് പണിയണം എന്ത് പണിയണം ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇത് അവര് കൊണ്ടുപോയെന്ന് തോന്നണേ. കൊണ്ടുപോയി നമുക്ക് ബംഗാളി കാണാം. പാസ്പോർട്ട് ഡിവോഴ്സ് പാസ്പോർട്ട്. ഒരുവൻ മുതലാളി ഉലകിൽ അവൻ നീവാടി அதை முடிப்பவன் அறிவாளி ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി ഇനിയെ നിൽപ്പവൻ ഏമാടി அதை முடிப்பവൻ അറിവാളി. എന്നോട് ക്ഷമിക്കണം. പണ്ടിവന്മാർക്കൊക്കെ നമ്മൾ പണി കൊടുത്ത ഇവന്മാര് മുട്ടം പണി നമുക്ക് തരാൻ തുടങ്ങി. സാരില്ല, ശരിയാക്കി തരാം. ഞാനിത് എവിടെ നീ കൊണ്ടുപോകെ? ഒരു ക്ലിനിക് ഉണ്ട്. ശരിയാക്കി തരാം. GK ക്ലിനിക് കിഡ്നി, ഹൃദയം, കരൾ, ആമാശയം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് മാറ്റിവെക്കുന്നത് 30% വരെ വിലക്കിഴിവ്. GK ക്ലിനിക്സ് A പോസിറ്റീവ്, B നെഗറ്റീവ്, O പോസിറ്റീവ്, AB നെഗറ്റീവ് എന്നീ ബ്ലഡ് ഗ്രൂപ്പുകൾ ദാനം ചെയ്യുന്നവർക്ക് ഫ്രൂട്ടിയോടൊപ്പം ഗുഡ് ഡേ ബിസ്ക്കറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഓ, നേരെ എത്രയായിട്ട് ആരും കാണാനില്ലല്ലോ. അതെ നമ്മുടെ ക്ലിനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തൂട്ടോ. ശരിയാണ്. ഇന്ന് കുറെ രോഗികളെ കിട്ടുമെന്ന് തോന്നുന്നു. ദൈവമേ, ഇന്ന് ഇവിടേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികളെയും പേഷ്യൻസ് ആക്കി തിരിച്ചു വിടണേ. തീർച്ചയായിട്ടും. ഇതേ വീടല്ല, ഒരു ക്ലിനിക്കാ. എന്തായാലും ഇവിടെ മുറിയുണ്ടോ? ഉറപ്പ്. ഞാൻ സംസാരിച്ചു. കണ്ടറിയാം, ഫുൾ കൊളസ്ട്രോളാ. കിഡ്നി എടുക്ക സിറിഞ്ച് എടുക്ക. എനിക്കൊരു പ്രശ്നമില്ലടേ. ഇത് പുതിയത് വേണ്ട, പഴയത് മതി. പഴയശീനിക്കല്ലേ പ്രധാനം. ഡെങ്കിപ്പനി ഉണ്ടെന്ന് തോന്നുന്നു. ഡെങ്കിപ്പനിയോ? എനിക്കോ? നഴ്സ് ജാങ്കോ ടെസ്റ്റിന് കൊടുത്തു. പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ആ ചേച്ചിനെ കണ്ട? ചേച്ചി ഒന്നും കൂടെ വന്നേ. ഇവർക്ക് 2 പേർക്കാണ് പ്രശ്നമുള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല. ചേച്ചി എന്താ വയറ്റിലേക്ക് ഗ്യാസ് കയറിയതാണോ? എനിക്ക് പുതിയ സിറിഞ്ച് എടുത്തോട്ടാ. പ്രഗ്നൻസി ആയതുകൊണ്ടേ കുറച്ച് ഹൈജീൻ ആവണല്ലോ. അതെ, ഞങ്ങൾ കാര്യം ഒന്ന് പറയട്ടെ. ഒരു മിനിറ്റ്, ടെൻഷൻ അടിക്കണ്ട. ശ്വാസം വലിച്ചു വിട്ടെ. രോഗമൊന്നുമില്ല, പേടിക്കണ്ട കേട്ടോ. ഇവിടെ ഡോക്ടർ അങ്ങനെ ആരുമില്ലേ? ഡോക്ടറോ? ഞങ്ങളുടെ AI കേന്ദ്രീകൃതമായ പുതിയ തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് റോബോട്ടാണ് കൺസൾട്ട് ചെയ്യണത്. നഴ്സ് ജാങ്കോ, റോബോനെ വിളിക്കൂ. ഒന്നും ചെയ്യില്ല.
ഹോസ്പിറ്റലിലേക്കോ സ്കാൻ ചെയ്യാനാ? എന്നെ എനിക്ക് പ്രശ്നമില്ലെന്ന്. ചേട്ടനല്ല പ്രശ്നം. ആധാർ കാർഡ്, പാൻ കാർഡ്, അല്ലേ റേഷൻ കാർഡ്, റേഷൻ കട. പ്രോബ്ലം പ്ലീസ്. എന്നാ അത് ആദ്യം പറയണ്ടേ? പ്രോബ്ലം താമസിക്കാൻ 2-3 ദിവസത്തേക്ക് ഒരു വീട് കിട്ടണം. ഒതന്റിക്കേഷൻ ഫെയിൽഡ്. വരവ് കണ്ടപ്പോ വിചാരിച്ചല്ലേ ശരിയാക്കി തരുമെന്ന്. അത് ചേട്ടാ പിന്നെ അതിന്റെ ഈ ഫോർമാറ്റ് മാറിപ്പോയതാ. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇപ്പൊ ഒരു ഡോക്ടറെ വിളിക്കാം. ഓ ഭാഗ്യം. നേഴ്സ് ജയങ്കോ ഡോക്ടർ ജോൺസിനെ വിളിക്കൂ. നിങ്ങൾ കപ്പിൾസ് ആണല്ലേ? ഒരു വേം വരൂ. ഭാഗ്യം. നല്ല ഡോക്ടർ. ഞാൻ പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ കപ്പിൾസ് ആണ്, നിങ്ങൾ യൂത്ത് ആയിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കണത്? അടിച്ചു പൊളിക്കുന്ന ലൈഫല്ലേ ഇത്? എന്താണ് കാണിക്കണത്? നേഴ്സ് ജയങ്കോ ഞാൻ പോയിട്ടാ. അബോട്ട് ചെയ്ത് കളയാനാ? എന്താ ഡോക്ടറെ ഇതെന്താ ഡോക്ടർ? ഇത് മനുഷ്യനെ കൊന്നിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? എനിക്കിനി ഒന്നും വേണ്ട, നീ വേണ്ട. ഇതെന്താ? കുറച്ച് മരുന്നിരിക്കട്ടെ. വെറുതെ 3 നേരം വെച്ച് ഞാനിട്ടില്ല. ഓടാടുത്. കഷ്ടം തന്നെ നാടിന്റെ അവസ്ഥ. കിഡ്നി, ഹൃദയം, കരൾ, ആമാശയം എന്നിവ റിപ്പയർ ചെയ്യുന്നതിനും മാറ്റിവെക്കുന്നതിനും 30% വരെ വിലക്കിഴിവ്. GK ക്ലിനിക്സ്. സത്യം പറഞ്ഞാൽ സുല്ലിട്ട് നമ്മുടെ ഈ നാട്ടില് നമുക്ക് ഇനി ഇവിടെ ഒരു വീട് കിട്ടുന്നല്ല. നിങ്ങൾ പേടിക്കണ്ട. എനിക്ക് മനസ്സിലായി. നമുക്കേ ഒരു 10 കിലോമീറ്റർ അകലെ ഒരു തീരദേശമുണ്ട്. കേരളത്തിൽ കൊടുങ്കാറ്റ് വന്നപ്പോഴും ഓക്കി അടിച്ചപ്പോഴൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ അവരുണ്ടായുള്ളൂ സഹായിക്കാൻ. എനിക്ക് ഉറപ്പാ അവർ നമ്മളെ സഹായിക്കും. ഞാൻ അവരെ വിളിക്കട്ടെ. 10 കിലോമീറ്റർ ഉണ്ട്, നടക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഹലോ എലിക്കുട്ടി ചേച്ചി, ഞാനാ. സമരോ? അത് പറ്റില്ല. ഇല്ല ഞാൻ അങ്ങോട്ട് വരും. എനിക്കൊരു സഹായം വേണം. ഒരു പാവം 2 പേരുണ്ട്, അവർക്കൊരു വീട്. ഞാൻ ദേ വരുന്നു. വഖഫ് നിയമത്തിൽ കുടുങ്ങി കുടിയിറക്കിയ ഭീതിയിൽ എറണാകുളം മുനമ്പം തീരദേശവാസികൾ 600 കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ കഴിയുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്ന ഇവരുടെ ആവശ്യത്തോട് അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. സമരക്കാർക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സ്ഥലത്തെത്തി. അതെ ഏലിക്കുട്ടി ചേച്ചി, ജോബി മോനെ, ഞാൻ വന്ന് രാവിലെ പറഞ്ഞ ആൾക്കാർ വരാണ്. അതെ, പ്രശ്നം എന്തായിരുന്നു? ഇവർക്ക് താമസിക്കാനായിട്ട് 2-3 ദിവസത്തേക്ക് ഒരു വീട് കിട്ടണം. ഈ ചേച്ചി നിർഭയമായിട്ട് നിൽക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളുടെ ഈ സ്ഥലവും വീടും എല്ലാം കടത്തിലാണ്. അതായത് വക്കഫ് എന്ന് പറഞ്ഞ ആളുകള് ഞങ്ങളുടെ പൈസയും ഞങ്ങളുടെ വീടും എല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് അവരിപ്പോ ഞങ്ങളുടെ നിന്ന് വാങ്ങിയെടുക്കാനായിട്ടാണ്. ഞങ്ങൾ കുടി ഒഴിപ്പിക്കാൻ പോവാണ് ഇവിടുന്ന്. ഇതാരാ? ഞങ്ങളുടെ മോളാ. പേര് പറ മോളെ. മോളുടെ പേരെന്നാ? ചിന്നുമോൾ. എത്ര ക്ലാസ്സിൽ പഠിക്കണേ? UKG ആണോ? അന്നാ ക്ലാസ് റൂം തരാവോ? എന്റെ പൊന്നു ചേട്ടാ, ഫീസ് അടയ്ക്കാൻ പോലും കഴിയാതെ കിടന്ന് ഓടാണ്. എന്റെ ദൈവമേ, ഏലിക്കുട്ടി ചേച്ചി എന്തെങ്കിലും ചേട്ടാ ഒന്ന് പറയില്ല ചേട്ടാ. എന്തെങ്കിലും ചെയ്തു തരാം. എന്തെങ്കിലും ഇത് കാണിച്ചു. ഇവര് പാവങ്ങള്, നിങ്ങൾ കണ്ടിട്ടൊന്നും തോന്നല്ലോ ഇവരെ കണ്ടിട്ട്. ഒന്നും തോന്നണില്ലെങ്കിൽ ഞങ്ങൾ സഹായം ചെയ്തു തരാം. തൽക്കാലം നിങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ആ സമരം ഒന്ന് തീർത്തിട്ട് വരട്ടെ. ശരി, പോകാൻ വരട്ടെ. എന്താ പരിപാടി? പരിപാടി എന്താന്ന് പറ. ഓരോരുത്തരും വിളിച്ചു വെച്ചിട്ട് പരിപാടി എന്താ? എന്റെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം എന്റെ കുഞ്ഞമ്മ അവിടെ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ തോന്നിയാസം കാണിക്കുക അല്ലേ? നിങ്ങൾ വേറെ വിട്ടു പോയിക്കുന്ന പരിപാടി എന്താ? പറയണ്ടോ? പോയിട്ട് വരും 2 ദിവസം. ഹലോ സുമാനെ, 2 ദിവസം നിങ്ങളിവിടെ പോയില്ലെങ്കിൽ നിങ്ങൾ കത്തിക്കും. നമ്മൾ കത്തിക്കുമെന്ന് പറഞ്ഞാൽ ചേച്ചി വല്ല പ്രശ്നമുണ്ടോ? ചേട്ടാ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞങ്ങളുടെ കൊക്കിന് ചെയ്യുവേണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടാലും നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിട്ട് കഴിയും. ചിന്നുമോളെ, കസാര എടുത്തേ.
ഈ വലിയ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒത്തിരി നന്ദിയുണ്ട്. ജോസഫേട്ടാ, ഞാൻ പോയേക്കാം. എല്ലാം നന്നായിരിക്കും. അങ്ങനെ മേരിക്ക് അവളുടെ പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ലോകരാജനേശുനാഥൻ ഭൂലോക സൃഷ്ടാവ് ലോകരക്ഷകൻ തൊഴുത്തിൽ പോലെ ഇന്ന് എന്റെ അടുത്തിൽ വന്നു ജാതനായി ദൈവപുത്രൻ സ്നേഹനാഥൻ മണ്ണിൽ വന്നു ജാതനായി ലോകരാജനേശുനാഥൻ ഭൂലോക സൃഷ്ടാവ് ലോകരക്ഷകൻ തൊഴുത്തിൽ പോലെ ഇന്ന് എന്റെ അടുത്തിൽ വന്നു ജാതനായി ദൈവപുത്രൻ സ്നേഹനാഥൻ വന്നു വന്നു ഉണ്ണി വന്നു ലോകരക്ഷകൻ യേശു വന്നു 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 ഉണ്ണി വന്നു ലോകരക്ഷകൻ യേശു വന്നു രാജാതിരാജനാം യേശു വന്നു സർവാധിനാഥനാം യേശു വന്നു രാജാതിരാജനാം യേശു വന്നു സർവാധിനാഥനാം യേശു വന്നു 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 ഉണ്ണി വന്നു ലോകരക്ഷകൻ യേശു വന്നു 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 ഉണ്ണി വന്നു ലോകരക്ഷകൻ യേശു വന്നു രാജാതിരാജനാം യേശു വന്നു സർവാധിനാഥനാം യേശു വന്നു രാജാതിരാജനാം യേശു വന്നു സർവാധിനാഥനാം യേശു വന്നു ആഗ്ലോറിയ 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 ആഗ്ലോറിയ. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നിലച്ചിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ മനതാരിൽ നിലച്ചിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്ദൻ അലിഞ്ഞ ദിനം ആലോലമാട്ടിയിൽ ആളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ജീവന്റെ പാതയിൽ കാരുണ്യ കനവായി കരുണാർദ്ദൻ അലിഞ്ഞ ദിനം ആലോലമാട്ടിയിൽ ആളിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളരാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ
നമ്മളിപ്പോൾ കേട്ടതിൽ കണ്ണും കണ്ണും കാത്തിരുന്നു എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് പാടിയ പാട്ട് നമ്മുടെ PDM-ലെ ബ്രദേഴ്സ് തന്നെ വരികൾ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. അപ്പോൾ അതിന് നമുക്കൊരു സ്പെഷ്യൽ കൈയ്യടി കൊടുക്കാം. यीशु ने हमें बचाया है, यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से। गाओ हालेलुया, 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 गाओ हालेलुया। Happy Christmas. Happy Christmas. Happy Christmas. Venite insieme a trovarlo, e con la stella dei mangi davanti a noi, ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം, ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ ഇളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ, ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം, ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ ഇളം എന്നാളും. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ, ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. Bon, bon, bon Natale, bon Natale. Bon, bon, bon Natale, bon Natale. Bon, bon, bon Natale, bon Natale. Bon, bon, bon Natale, bon Natale.
പുഷ്പം കവിതയാകും വാനോളം സ്വപ്നം പൂവണിയും നാടാകെ ഓ പാടുന്നേ സാന്റാ നൃത്തം ചെയ്യുന്നേ ഇനിയെന്നും മണ്ണിൽ ആഘോഷ തിരനൊറിയുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും ഇനിയാകെ പുതുവർണ്ണം ഇനിയാകാം പാടാം സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹാ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിന്നും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും ഇനിയാകെ പുതുവർണ്ണം ഇനിയാകാം പാടാം സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹാ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിന്നും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ Happy Christmas. Happy Christmas. Happy Christmas. അങ്ങനെ നമ്മുടെ ഹോളി സ്പിരിറ്റ് മിഷണറീസിൻ്റെ വളരെ ആവേശോജ്വലമായ ഒരു ക്രിസ്മസ് ഡാൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. നമുക്കിനി നമ്മുടെ PDM നമ്മുടെ സീനിയർ ബ്രദേഴ്സ് ഈ ഒരു ആഘോഷ രാത്രിയിൽ നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന മനോഹരമായൊരു ഗാനവുമായിട്ട് നമ്മുടെ PDM എല്ലാ സീനിയർ ബ്രദേഴ്സിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലനിരയിൽ അഴകായി തനു പെയ്തിറങ്ങും അഴകിനലയ അകലെ ഗാനമാ കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദൈവകുമാരനെ വാഴ്ത്താ അണയുന്നിതാ കാഴ്ചയുമാ അകതാരിലാനന്ദമാ വിന്ദൂതരും മാനവരും ഒന്നായൊരു രാഗമാ ഹല്ലേലൂയാ ദാവീദ് ഉന്നതനേ ഹല്ലേലൂയാ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയാ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയാ 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 ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയാ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയാ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്വർഗീയ സേനകൾ പാടുന്നുവോ സ്നേഹം മന്നേ
സുതനോ ഇരവിലകുന്ന മനസ്സിനരികെ നിറഞ്ഞ ചിരിയുമാൻ കര നിറഞ്ഞൊരു കനവിലാകവെ പകരം കനിവുമാ ഈരാവിൽ പൂജാതന സ്വർഗതാരം മാനവന മലനിരയിൽ അഴകാൻ തനുപേതിറങ്ങും അഴകിലയ അകലെ ഗാനമാ കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദൈവകുമാരനെ വാഴ്ത്താൻ നെഞ്ചിൽ നൊമ്പരം തിങ്ങുന്നുവോ ആകുല കാമുകിൽ പെയ്തിടുന്നു ജീവിത താരകൾ മങ്ങിടുന്നു കരകടന്നു തിരകൾ വന്നാൽ അതിനു മീതയാ കരം പിടിച്ചൊരു തണലിലാക്കുവാൻ പാലിനിൽ നായകനാ ഈരാവിൽ പൂജാതന സ്വർഗതാരം മാനവന മലനിരയിൽ തഴകാൻ തനുപേതിറങ്ങും അഴകിലയ അകലെ ഗാനമാ കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദൈവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അകതാരിലാനന്ദമാ ഹിന്ദൂരും മാനവരും ഒന്നായൊരു രാഗമാ ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനേ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനേ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ